മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. UDFന്റെ ഭരണത്തിന്റെ ഹുങ്കും കാട്ടി തലസ്ഥാന നഗരിയിലെ BJPയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ BJP കൗൺസിലർ സുഗതനെ ജയിലിലൊക്കെ അടച്ച് അയോഗ്യരൊക്കെ ആക്കി വലിയ രീതിയിലൊരു ഭരണ അട്ടിമറിക്കാണ് കേരളത്തിലെ UDFും LDFും ശ്രമിക്കുന്നത് എങ്കിൽ അവർക്കുള്ളൊരു മറുപടിയുമായിട്ട് VV രാജേഷ് രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. അതുമായി ബന്ധപ്പെട്ട ഒരു 2-3 കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ 2 കേസിൽ നിന്ന് ബഹുമാനപ്പെട്ട നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യുവാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. വേറൊരു കേസ്, ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂർ ജയിലിൽ കിടക്കുന്ന കേസ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദം ലഭിച്ചാൽ മാത്രമേ ആ കേസിൽ നിന്ന് കൂടി അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വരാൻ സാധിക്കുകയുള്ളൂ. അതിന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതനുസരിച്ചിട്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. വേറൊന്ന്, ഏതെങ്കിലും തരത്തിൽ ഈ ഭരണസമിതിയുടെ നിലനിൽപ്പിന് ഭീഷണി ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈ ഭരണസമിതി അധികാരം ഏറ്റതിനേക്കാൾ കൂടുതൽ പിന്തുണ കൂടിയിട്ടുണ്ട്. കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടുണ്ട്, ജനങ്ങളുടെ പിന്തുണ കൂടിയിട്ടുണ്ട്. കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ കൗൺസിലർമാർക്ക് സഭയിൽ അങ്ങനെ ഒരു വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. എനിക്ക് നല്ല ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും, സത്യപ്രതിജ്ഞ ചെയ്തതിനേക്കാൾ കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടുണ്ട്, ജനങ്ങളുടെ പിന്തുണ വളരെ വലുതായിട്ട് കൂടിയിട്ടുണ്ട്. 5 വർഷം ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ടിട്ടുള്ളതിനേക്കാൾ മികച്ച സ്ഥിരതയോടുകൂടി ഈ ഭരണസമിതി പൂർത്തിയാക്കുമെന്ന് മാത്രമല്ല, ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സ്വീകാര്യതയോടെ വരവേൽക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2030 ഉണ്ടാകാൻ. നിങ്ങൾ കേട്ടില്ലേ, ശബരിനാഥ് അവിശ്വാസ പ്രമേയമൊക്കെ ആയിട്ട് രംഗത്തെത്തിയ സമയത്തെ നമ്മുടെ ചാനലിലൂടെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, BJPയെ അറിയുന്നവർ ഈ പണിക്ക് ഇറങ്ങി പുറപ്പെടില്ല. BJP ഭരിക്കുന്ന ഒരു തലസ്ഥാന നഗരിയിലെ ഭരണത്തെ കോൺഗ്രസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ ഒപ്പമുള്ള കൗൺസിലർമാരെ വല്ല റിസോർട്ടിലേക്കും മാറ്റേണ്ടി വരുമെന്നുള്ളത് നമ്മൾ ഈ വിഷയം തുടങ്ങിയ സമയത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തിന് കോൺഗ്രസിന് പിന്തുണ കൊടുക്കാതെ LDF അങ്ങ് മാറി നിന്നത് എന്നുള്ളതും വളരെ വലിയ യാഥാർത്ഥ്യമാണ്. ഇപ്പോ എന്തു പറയുന്നു, കേരളത്തിലെ കോൺഗ്രസും ഈ പറയുന്ന LDF ഒക്കെ നിങ്ങൾ ഒരു അവിശ്വാസ പ്രമേയത്തിന് BJPയോട് മുട്ടി നോക്കാൻ അംഗത്തിന് ഇറങ്ങുന്നോ? VV രാജേഷ് പറഞ്ഞത് വ്യക്തമായിട്ട് തന്നെ കേട്ടില്ലേ. അതായത് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്തുള്ള പിന്തുണയേക്കാൾ അധികം കൗൺസിലർമാർ ഇനി ഒരു വോട്ടെടുപ്പ് നടന്നാൽ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് VV രാജേഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ അടിവേരാണോ മാറ്റാൻ പോകുന്നത്? UDFന്റെ ഈ തലസ്ഥാന നഗരിയിലെ നഗരസഭയിലെ അടിവേരാണോ മാറ്റാൻ പോകുന്നത് എന്ന് അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ശബരിനാഥ് ആയിക്കൊള്ളട്ടെ, ഇനി UDFും LDFും കൂടി ആയിക്കൊള്ളട്ടെ, ഇവർ ടീമായിട്ട് BJPയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ രംഗത്തെത്തിയാൽ, ഒരു അവിശ്വാസ പ്രമേയവുമായിട്ട് രംഗത്തെത്തിയാൽ, ആ വോട്ടെടുപ്പ് നടന്നാൽ UDFും LDFും കേരളത്തിൽ തല കുനിച്ച് നടക്കേണ്ടി വരും. ജനങ്ങളുടെ പിന്തുണ, അതായത് ഇനി ഒരു തിരഞ്ഞെടുപ്പിലേക്കാണെങ്കിൽ അങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയാ, BJP ഒരു സന്ദർഭത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തലസ്ഥാന നഗരി അങ്ങ് തൂത്തുവാരും. ഇതൊക്കെ ഒരു വലിയ, ഈ ഒരു സമയത്ത് ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ തലസ്ഥാന നഗരി BJP അങ്ങ് തൂക്കും, ഒരു തർക്കവും വേണ്ടതിൽ. ഇനി അവിശ്വാസ പ്രമേയമായിട്ട് നിങ്ങൾ നഗരസഭയിലെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊപ്പമുള്ള കൗൺസിലർമാർ BJPക്കൊപ്പം നിൽക്കുമെന്ന VV രാജേഷ് കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. ഇത് പറയുന്നത് BJPയെ കുറിച്ച് അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യുമെന്ന്. ഇനി കേരളത്തിലെ ജനങ്ങളെ ഈ പറയുന്ന കൗൺസിലർമാർ മാറിയോ എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിനേക്ക് കേരള ജനത പുച്ഛിച്ചു തള്ളില്ലേ. നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടില് കോൺഗ്രസ് ഒരു ടീമിന്റെ ഒപ്പം നിന്ന് ജയിക്കുകയും ആ ജയിച്ചതിന് ശേഷം ആരായിരുന്നോ എതിരാളി, ആ എതിരാളിക്കൊപ്പം പോയിട്ട് വിജയ്ക്കൊപ്പം പോയിട്ട് കോൺഗ്രസ് തമിഴ്നാട്ടിൽ അധികാരമൊക്കെ പങ്കിടുന്നത് കേരള ജനത കാണുകയോ അതിനെ കോൺഗ്രസ് ദിനംപ്രതി ന്യായീകരിക്കുന്നതും നമ്മളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ തലസ്ഥാന നഗരിയില്
ഒരു അവിശ്വാസ പ്രമേയമായിട്ട് വന്നിട്ട് കോൺഗ്രസിന്റെ കൗൺസിലർമാർ, ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ ഒക്കെ കൂടി BJP-യിലേക്ക് അങ്ങ് പോയാൽ ആരും അതിനെതിർത്ത് എന്തു പറഞ്ഞിട്ടും കേരള ജനത പുച്ഛിക്കുകയുള്ളൂ. കേരള ജനത BJP-ക്ക് കൈയടിക്കുകയും ചെയ്യും. അനാവശ്യമായിട്ട് BJP-യെ ചൊറിയാൻ പോയാൽ നന്നായിട്ട് വാങ്ങേണ്ടി വരും എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് തീരെ മനസ്സിലാവാത്തത്, ദിനം പ്രതി നമ്മുടെ ശിവൻകുട്ടിയൊക്കെ എജ്ജാതി മോങ്ങല നടത്തുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടോക്കോ. ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ ജനങ്ങൾ വെറുക്കുന്ന ഒരു കോർപ്പറേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. BJP-യുടെ ഭരണം വന്നതിന് ശേഷം നഗരസഭ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല. ചവർ നീക്കം ചെയ്യാൻ നിങ്ങൾ തന്നെ മാധ്യമങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഇവിടെ സൂചിപ്പിച്ചു. ശുദ്ധജല വിതരണം അനക്കമില്ല. തെരുവുകളൊക്കെ കത്തുള്ള എല്ലാ രാത്രി നടക്കാൻ പറ്റാത്ത രൂപത്തിൽ തെരുവിലെ എല്ലാ ലൈറ്റുകളും അണഞ്ഞടക്കുക. ഒരു ഇതില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. ഇതെല്ലാം ഒരു കാപ്പ പ്രതിയുടെ പേരിലാണ് നടക്കുന്നതെന്നുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഗതികേടിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി തയ്യാറാവണം. സംസ്ഥാന ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ടീമായിട്ട് തന്നെയല്ലേ ഈ കാപ്പ ചുമത്തിയതും കാപ്പ ചുമത്തിക്കാരി ഈ സമയത്ത് ഈ സർക്കാരിന്റെ സമയത്ത് എടുത്ത് ജയിലിൽ ഇട്ടതൊക്കെ തന്നെ നിങ്ങളുടെ ടീമായിട്ടാണ് എന്നുള്ളതൊക്കെ സകല ആളുകൾക്കും അറിയാം. ആരാണ് ഈ കാപ്പ ചുമത്തി കാപ്പ പ്രതിയാക്കിയത്? ഞങ്ങൾ തന്നെ. ഞങ്ങള് മാധ്യമങ്ങളോട് ഇങ്ങനെ പറയും കാപ്പ പ്രതി എന്നൊക്കെ, പക്ഷെ ഞങ്ങൾ തന്നെയാണത് ചുമത്തിയത്. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ് ഞങ്ങൾ കാപ്പ ചുമത്തിയത്. പിന്നെ തെരുവിലൊന്നും കത്തുന്നില്ല, ആരും പുറത്തൊന്നും ഇറങ്ങുന്നില്ല, എല്ലാവരും ശിവൻകുട്ടിയുടെ വീട്ടിലാ പേടിച്ചിട്ട്. ജാതി മൊണ്ണത്തര ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലേശൊക്കെ വെളിവൊക്കെ വേണ്ടേ? ഇതൊക്കെ കേട്ടാൽ ജനം പുച്ഛിച്ചു തള്ളില്ലേ? ഈ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ ആ ഒരു മുടിഞ്ഞ ഭരണം കൊണ്ടല്ലേ ഈ 8 നിലയിൽ പൊട്ടിയിട്ടുള്ളത്? ഇനി ഇത് മാത്രമാണോ? എന്താണ് കോർപ്പറേഷനിൽ ജനങ്ങളെടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞത്? BJP-യുടെ ഭരണത്തെയാണോ ഇടതുപക്ഷത്തിന്റെ ഭരണത്തെയാണോ ജനങ്ങളെടുത്ത് ആറ്റിലെറിഞ്ഞത്? 40-45 വർഷക്കാലം നഗരസഭ ഭരിച്ച നിങ്ങളെടുത്ത് ഈ പറയുന്ന തിരുവനന്തപുരത്തെ ജനത ആറ്റിലെറിഞ്ഞതല്ലേ? ആ മോങ്ങലൊന്നും മാറാനായില്ലേ? മാസങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമല്ലേ? ഇനിയും ആ മോങ്ങലിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണോ? കയ്യിലുള്ള സർക്കാർ, കേരള സർക്കാർ ഭരണം പോയി, കേരളത്തിലെ ഭരണം പോയി, നഗരസഭയിലെ ഭരണം പോയി. ഒരു നയാ പൈസ എവിടെ നിന്നും ഇപ്പൊ വരുന്നുണ്ടാവില്ല. ഗുണ്ടാപ്പണിയും ഗുണ്ടാപ്പിരിവൊക്കെ തന്നെ ഈ പറയുന്ന VV രാജേഷിന്റെ നേതൃത്വത്തിൽ രംഗത്തിറങ്ങിയിട്ട് സാഖയിലെതിരോ കടക്കൽ കത്തിവെച്ച് അടച്ചു പൂട്ടിക്കുക. ഇടതുപക്ഷം ഗുണ്ടാപ്പിരിവൊക്കെ നടത്തിയ സകലതും മാർക്കറ്റിലാണെങ്കിൽ അവിടെ വേസ്റ്റ് മാലിന്യമൊക്കെ എടുത്ത് പോയിട്ട് മാഫിയ സംഘമായിട്ട് മാഫിയ സംഘമൊക്കെ ആയിട്ടുള്ളവരെ അവരെയും പൂട്ടിക്കുക. മേയർ ഇതിന്റെയൊക്കെ കാലി തീരാഞ്ഞിട്ട് ദിനം പ്രതി ഇങ്ങോട്ട് രംഗത്തിറങ്ങും. മാധ്യമങ്ങളെ വിളിച്ചു. ഇപ്പൊ മാധ്യമങ്ങളൊന്നും ഈ വാർത്തയൊന്നും കൊടുക്കാത്ത രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതിന്റെ നിലവിളിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് കേട്ടോ. ഞങ്ങൾ പറയുന്നത് കൊടുക്കുന്നില്ലോ. എന്തെങ്കിലും സത്യം പറയണ്ട, എന്നാലല്ലേ കൊടുക്കൂ എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം. ഏതായാലും ഇടതുപക്ഷത്തോടും UDF-നോടും പറയാനുള്ളത്, നിങ്ങൾ തലസ്ഥാന നഗരിയിലെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിൽ ഈ പറയുന്ന UDF-ഉം LDF-ന്റെയും പതനം അന്ന് തുടങ്ങുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം.